ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ശ്രുതി അമ്മായിയുടെ ഫോൺ കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോഴേക്കും അശ്വിൻ എല്ലാവർക്കും സാമ്പാറും അതുപോലെ തന്നെ ചട്നിയും ഇഡ്ഡലിയൊക്കെ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുക കേട്ടോ. ചേട്ടാ, ചേട്ടന് എന്താ വേണ്ടത്? ഇഡ്ഡലി. ആ, മോൾക്കോ സാമ്പാർ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടിരിക്കുക. ആ സമയത്ത് ശ്രുതി മനസ്സിൽ വിചാരിക്കേണ്ടത്, എൻ്റെ കുട്ടീഷ്ണ, ഞാൻ കാണുന്നത് അശ്വിൻ സാറാമിന് തന്നെയല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുക തന്നെ നമ്മുടെ ആ ഒരു പെണ്ണുണ്ടല്ലോ, അതായത് ഇഡലി തിന്നുകൊണ്ടിരിക്കുന്ന ആ പെണ്ണ് അടുത്ത പെണ്ണോട് പറയണ്ടെന്ന് നോക്കിക്കേ. ആ പയ്യനെ, അയാളെ കാറ്ററിംഗുകാരൻ വൈകിയപ്പോൾ ഏതോ 5 സ്റ്റാർ ഹോട്ടലിലെ ആളെന്ന് തോന്നുന്നു വിട്ടത്, കണ്ട കല്യാണ ചെക്കനെ പോലെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ. അതൊക്കെ ശ്രുതി കേൾക്കുന്നുണ്ട്. പെട്ടെന്നൊരു ചേട്ടൻ നമ്മുടെ അശ്വിനെ നോക്കിയിട്ട്, വെയിറ്റർ, ഒരു ഗ്ലാസ് വെള്ളം എന്ന് പറഞ്ഞിട്ട് പറയാം കേട്ടോ. അത് കേൾക്കുമ്പോൾ അശ്വിൻ ആ ശരി എന്ന് പറഞ്ഞ് വെള്ളം എടുക്കാൻ പോകുമ്പോഴേക്കും ശ്രുതി അത് കേട്ട് ഞെട്ടുവാണ്. ശ്രുതി വേഗം ആ ചേട്ടനോട് പോകുന്നുണ്ട്. ചേട്ടാ, ചേട്ടൻ എന്തീ പറയണത് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ അശ്വിൻ ഒരു ഗ്ലാസ് വെള്ളം ആ ചേട്ടനെ കൊടുക്കുക കേട്ടോ. അവിടെ പോകുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി പറയണ്ട, ചേട്ടാ അത് വെയിറ്ററൊന്നുമല്ല, പിന്നെ അത് ആരാ ശ്രുതി ചേച്ചി എന്ന് അപ്പുറത്തെ പെണ്ണ് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയണ്ട, ഓ അതോ, അത് മണവാള ചെക്കനില്ലേ, നമ്മുടെ പ്രീതി ചേച്ചിയെ കല്യാണം കഴിക്കാൻ പോണ ചേട്ടൻ, ആകാശ് ചേട്ടൻ. ആ ആകാശ് ചേട്ടൻ്റെ ചേട്ടനാണ് ഈ ചേട്ടൻ, അശ്വിൻ സാരം കേട്ടിട്ടില്ലേ, അദ്ദേഹം ഇത്. ഓ സോറി ശ്രുതി ചേച്ചി, ഞാൻ വിചാരിച്ച് ഏത് 5 സ്റ്റാർ ഹോട്ടലിലെ വെയിറ്റർ ആണെന്ന് എന്ന് പറയുമ്പോഴേക്കും ശ്രുതി നമ്മുടെ അശ്വിൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അശ്വിനെ പക്ഷേ ദേഷ്യമൊന്നുമില്ലല്ലോ കേട്ടോ, ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ശേഷം അശ്വിൻ അപ്പുറത്തേക്ക് ആ സാമ്പാറൊക്കെ കൊണ്ട് വെക്കുമ്പോഴേക്കും പെട്ടെന്നൊരു വണ്ടിയുടെ ഹോൺ അടിക്കുന്ന ഒച്ച കേൾക്കുവാണ്. ശ്രുതി വേഗം വന്നിട്ട് അശ്വിനോട് പറയണ്ട, അതെ പകരത്തിന് ആൾ വന്നെന്ന് തോന്നുന്നു, റെസ്റ്റോറൻറ്റിൽ നിന്ന് അയക്കാമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ എൻ്റെ ആവശ്യമില്ലല്ലോ, ഞാൻ എൻ്റെ പോയിക്കോട്ടെ. ശരി എന്ന് പറയാണ്. ശ്രുതിയുടെ അടുത്ത് അശ്വിൻ പറയണ്ട, അതെ എല്ലാത്തിനുള്ള താങ്ക്സ് അവസാനം പറഞ്ഞാൽ മതി, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട്. എന്താ മനസ്സിലായില്ല സാർ? അല്ല, ഇതിനെല്ലാത്തിനുള്ള താങ്ക്സേ പ്രീതിയുടെയും ആകാശിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതാ. ഓഹോ അങ്ങനെ, ശരി സാർ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ചിരിക്കുക കേട്ടോ. ശേഷം അശ്വിൻ അവിടെ നിന്ന് പോകുവാണ്. അങ്ങനെ അശ്വിൻ പോകുമ്പോഴേക്കും ശ്രുതിനെ തിരിഞ്ഞ് നോക്കിയിട്ടാണ് പോണത്. അശ്വിൻ വണ്ടിയുടെ അടുത്ത് എത്തുമ്പോഴേക്കും ശ്രുതി ഓടിപ്പിടിച്ച് അശ്വിൻ്റെ അടുത്തേക്ക് വരും കേട്ടോ. ഇങ്ങനെ കിതച്ചുകൊണ്ടിരിക്കുക. എന്താ ശ്രുതി, എന്താന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ, അത് താൻ കിതയ്ക്കുന്ന എന്താന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ ഓടി വന്നപ്പോൾ, താൻ എന്തിനാ ഓടി വന്നത്, അത് ബായ് സർ എന്ന് പറയാണ്. അശ്വിന് ചിരിയാട്ടോ വരും, തന്നെ യാത്രയാക്കാൻ വേണ്ടി ശ്രുതി ഓടി വന്നത് ആലോചിച്ചിട്ട് ചിരി വരുവാണ് അശ്വിന്. അശ്വിൻ ശരി ബായ് എന്ന് പറഞ്ഞിട്ട് വണ്ടിയുടെ അടുത്തേക്ക് പോവാണ്. ശ്രുതി അങ്ങനെ അശ്വിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അശ്വിൻ വണ്ടിയുടെ അകത്തേക്ക് കയറിയിട്ട് ശ്രുതിനെ ഒന്ന് നോക്കുന്നുണ്ട്. ശ്രുതി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ശേഷം അശ്വിൻ വണ്ടി എടുത്തിട്ട് അവിടെ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അതേസമയം മനോരമയും മുത്തശ്ശിയും മോഹനനും ശ്യാമൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ശ്യാമിൻ എൻ്റെ അടുത്ത് മറ്റേ രാമേട്ടൻ ചോദിക്കുന്നുണ്ട്, ചായ വേണോ? വേണ്ട എന്ന് പറയാണ്. മനോരമയ്ക്കോ വേണ്ട വേണ്ട എന്ന് മനോരമയും പറയുന്നുണ്ട്. മോഹനനും മുത്തശ്ശിയും ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട്, അഞ്ജലിനെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും മനോരമ എടുത്ത വഴിക്ക് പറയാണ്, ഓ അഞ്ജലി മോളുടെ ഒരു കാര്യമൊന്നും പറയണ്ട, അമ്പലത്തിൽ പോയാൽ എല്ലായിടത്തും കറങ്ങി 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 വരുമ്പോഴേക്കും ഒരു സമയം ഇനി ഉച്ചയാവാണ്ട് നോക്കണ്ട എന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ ശ്യാം പതുക്കെ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഇറങ്ങിയ ശ്യാം അഞ്ജലിനെ വിളിക്കുക കേട്ടോ. ആ സമയത്ത് അഞ്ജലി വണ്ടിയിലായിരിക്കും. ശ്യാം വിളിക്കുമ്പോഴേക്കും ഫോൺ എടുക്കണ്ട. ഹലോ ശ്യാമേട്ടാ. ആ അഞ്ജലി മോളെ, നീ ഇതെവിടെയാ? ഞാൻ വണ്ടിയിലാ, ഗണപതി ക്ഷേത്രത്തിൽ പോയി, ഇനി ഭഗവതിയുടെ ക്ഷേത്രത്തിൽ കൂടി പോയിട്ട് തിരിച്ചു വരാൻ വെച്ചിട്ടാ. ശരി, അതെ നിന്നല്ലേ ഇവിടെ എല്ലാവരും കാത്തിരിക്കുക കേട്ടോ. അതെയോ, ആരൊക്കെ കാത്തിരിക്കണത്? മുത്തശ്ശി, മനോരമ ആൻറ്റി എല്ലാവരും കാത്തിരിക്കുമോ? അപ്പോൾ അവർ മാത്രമേ കാത്തിരിക്കുന്നുള്ളൂ? ഞാനും കാത്തിരിക്കുക രാജകുമാരി, നിന്റെ വരവിന് വേണ്ടിയിട്ട്. നീ വരുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കാൻ. അതെന്താ ശ്യാമേട്ടാ അങ്ങനെ പറഞ്ഞത്? ഒന്നുമില്ല, നിന്നെ കുറച്ചു നേരം കാണാതിരുന്നപ്പോൾ തന്നെ ഞാൻ എത്രത്തോളം നിന്നെ മിസ് ചെയ്തെന്നറിയാവോ? എനിക്ക് നിന്നെ കാണാൻ കൊതിയായി രാജകുമാരി, പെട്ടെന്ന് വാ എന്ന് പറയാണ്. ശരി ശ്യാമേട്ടാ, ഞാൻ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞിട്ട് അഞ്ജലി ഫോൺ വെക്കുവാണ്. അഞ്ജലി ഫോൺ വെച്ചുമ്പോഴും തന്നെ ശ്യാം ചിരിക്കുകയാണ്. അതെ നീ വാ, ജീവനില്ലാത്ത ശരീരത്തിൽ നിന്നെ ആംബുലൻസിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്നത് കാണാൻ എനിക്ക് കൊതിയായി രാജകുമാരി, എനിക്ക് വേറെ നിവൃത്തിയില്ല, നീ വരുന്നത് കാണാൻ ഞാൻ ആഗ്രഹിച്ചിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുക കേട്ടോ ശ്യാമ. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ കാണിക്കുന്നത് ശ്രുതിനെയാണ്. ശ്രുതി 2-3 ബന്ധുക്കളെയൊക്കെ നമ്മുടെ അശ്വിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുക കേട്ടോ. ശേഷം അവരെയൊക്കെ നമ്മുടെ മുത്തശ്ശീനെ ഇങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ മുത്തശ്ശി, ഇത് ഞങ്ങളുടെ പാലക്കാടുള്ള മാമനാണ് എന്ന് പറയാം കേട്ടോ. ഇത് അമ്മായി, ഇത് അവരുടെ മക്കൾ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ഇവരെ ഇവിടെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ തന്നെ, അല്ല അവിടെ എന്താ ചെയ്യണത് എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, അവിടേക്ക് ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടെന്ന് പറയണം. ഓഹോ അത് വലിയൊരു ബിസിനസ്സാണല്ലോ എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും എടുത്ത വായിക്കാൻ മനോരമ പറയണം, ഇപ്പോൾ ഒരു പെട്ടി, ഒരു ചെറിയൊരു ഉന്തുവണ്ടിയിൽ 2 മിഠായി കവർ പൊതിഞ്ഞ് വെച്ചാലും മോളെന്നാണല്ലോ പറയണത് എന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത്
മുത്തശ്ശി ദേഷ്യത്തോടു കൂടി മനോരമേനെ നോക്കുവാണ്. ആ ഞാനൊന്നും പറയുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് മനോരമ അവിടുന്ന് പോവാണ്. മുത്തശ്ശി പറയണ്ട അതെ എൻ്റെ നാടും പാലക്കാടാണ് കേട്ടോ എന്ന് പറയാണ്. ആ ശ്രുതി മോളെ വാ നമുക്ക് അങ്ങോട്ടേക്ക് അപ്പുറത്തേക്ക് പോകാന്ന് പറയുമ്പോൾ ആ മുത്തശ്ശി നടന്നോ ഞാൻ ഇവരെ ആക്കാൻ വേണ്ടി വന്നതാ വീട്ടിലെ അമ്മയും അമ്മയൊക്കെ അന്വേഷിക്കും. ആഹാ നീ പെട്ടെന്ന് പോവാണോ കുറച്ച് കഴിഞ്ഞിട്ട് പോവാന്നേ നീ ഇവിടെ നിൽക്ക് ഞാൻ ഇവർക്ക് റൂമൊക്കെ കാണിച്ചെടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവരെയും കൂട്ടിക്കൊണ്ട് പോവാണ്. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അശ്വിൻ തൊട്ട് പിന്നാലെ വന്ന് നിൽക്കുക കേട്ടോ. അശ്വിൻ ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് തിരിയുമ്പോഴേക്കും ശ്രുതി അശ്വിനെ കാണുന്നുണ്ട്. അങ്ങനെ അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി കുറച്ച് നേരം നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശിയും അതുപോലെ തന്നെ ഒരു കുറേ സാരിയൊക്കെ ഇട്ടുകൊണ്ട് വരുവാണ്. നോക്കിക്കേ ഇത് ഇവിടെ കൊടുക്കാനുള്ള ആൾക്കാരൊക്കെ മേടിച്ചിട്ട് സാരിയാ നോക്കിക്കേ ശ്രുതി എന്ന് പറയുമ്പോൾ ആ ഇത് നന്നായിട്ടുണ്ടല്ലോ എന്ന് പറയാണ്. എനിക്ക് വരുന്നുണ്ട് ആഹാ ഇനി ഇവിടെ വന്നവർക്കൊക്കെ കൊടുക്കുന്ന ചടങ്ങുണ്ട് സാരി കൊടുക്കുന്ന ചടങ്ങുണ്ട് മുത്തശ്ശി പിന്നെ നമ്മൾ വിളിച്ച് വന്ന ആൾക്കാർക്കൊക്കെ സാരി മുണ്ട് ഒക്കെ കൊടുക്കണം. ശ്രുതി ഇതിനൊരു സാരി നീ സെലക്ട് ചെയ്തോ എന്ന് പറയാൻ ഓ അത് മുത്തശ്ശി അങ്ങനെയൊന്നും കുഴപ്പമൊന്നുമില്ലെന്നേ ഒരു സാരി ഇഷ്ടപ്പെട്ടത് നീ എടുത്തോ എന്ന് പറയാണ്. അങ്ങനെ ശ്രുതി അവിടുന്ന് സാരിയൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ആദ്യം നോക്കുന്ന സാരി ശ്രുതി നിലത്തേക്ക് വെക്കുന്നുണ്ട്. രണ്ടാമത് നോക്കുന്ന സാരി ശ്രുതിക്ക് ഇഷ്ടമായി കേട്ടോ. ശ്രുതി പതുക്കെ അതിങ്ങനെ തൊട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ആ സാരി അശ്വിനും ഇഷ്ടമാവുന്നുണ്ട്. അശ്വിനും ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സാരി തന്നെ ശ്രുതി എടുക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അശ്വിൻ. ആ സമയത്ത് എനിക്ക് പറയുന്നുണ്ട് അതെ ശ്രുതിക്കുട്ടുള്ള സാരി ഞാൻ സെലക്ട് ചെയ്ത് തരാം എന്ന് പറഞ്ഞിട്ട് അവിടെ 2-3 സാരി നോക്കുവാണ്. അതിലേറ്റവും പൊട്ട സാരി എന്ന് ഉദ്ദേശിച്ചത് ഇങ്ങനെ പ്രായമുള്ള ആൾക്കാർ എടുക്കുന്ന സാരിയില്ലേ ആ സാരി നമ്മുടെ എനിക്ക് ശ്രുതിക്ക് വേണ്ടി സെലക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ശ്രുതി നോക്ക് നിൻ്റെ നിൻ്റെ ആ നിറത്തിനും നിൻ്റെ ശരീരത്തിനൊക്കെ യോജിച്ച സാരി ഇതാണ് എന്ന് പറഞ്ഞിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതാണെങ്കിൽ അശ്വിന് ഒട്ടും ഇഷ്ടമാവുന്നില്ല ശ്രുതിക്കും ഇഷ്ടമാവുന്നില്ല. എന്നാലും ശ്രുതി ഇങ്ങനെ കയ്യിൽ അത് വാങ്ങിക്കുന്നുണ്ട്. ആ സമയത്ത് അശ്വിൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുവാണ്. ഫോൺ എടുത്തിട്ട് അശ്വിൻ സംസാരിക്കുക കേട്ടോ ഫോണിൽ. അതേ ആദ്യം എടുത്തതില്ലേ താൻ ആദ്യം എടുത്തത് തന്നെയാടോ അതാ തനിക്ക് ചേരണത് അത് നല്ല രസമുണ്ട് അത് നല്ല സ്റ്റഫാട്ടോ നല്ല തുണികളാ അത് എന്നിങ്ങനെ പറയാണ്. ശ്രുതിക്ക് കാര്യം മനസ്സിലായി അശ്വിൻ തന്നോട് ആ സാരി എടുക്കാനാണ് പറയണമെന്ന്. ശേഷം മുത്തശ്ശി പറയണ്ട എന്താ ശ്രുതി മോൾ ആലോചിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്തോ എന്ന് പറയുമ്പോൾ ശ്രുതി വീണ്ടും സാരികളൊന്ന് നോക്കുകയാണ്. ആ സമയത്ത് അശ്വിൻ വീണ്ടും ഫോണിൽ സംസാരിക്കുകയാണ്. അതെ ആദ്യം എടുത്തത് തന്നെ അതെനിക്ക് നന്നായിട്ട് ചേരും കേട്ടോ എന്ന് അശ്വിൻ ഫോണിൽ കൂടി സംസാരിക്കുകയാണ്. അത് കേൾക്കുന്നത് ശ്രുതിക്ക് നാണം കൊണ്ട് മുഖം താഴ്ത്തു കേട്ടോ. ശ്രുതി മുത്തശ്ശിക്ക് കാര്യം മനസ്സിലായി അശ്വിൻ ഫോണിൽ സംസാരിക്കുന്നത് ശ്രുതിനെ കൊണ്ട് ആ സാരി എടുപ്പിക്കുകയാണെന്ന്. മുത്തശ്ശി ശ്രുതിനെയും അശ്വിനെയും മാറി മാറി നോക്കുവാണ്. മുത്തശ്ശി ഒരു പതുക്കെ ഇങ്ങനെ ചിരിച്ച് തലയാട്ടുന്നുണ്ട് കേട്ടോ. ശേഷം ശ്രുതി പറയുന്നുണ്ട് അതേ മുത്തശ്ശി എനിക്ക് ഈ സാരി മതി എന്ന് പറയുമ്പോൾ അശ്വിൻ യെസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുവാണ്. ശേഷം മുത്തശ്ശി അശ്വിനോട് ചോദിക്കുന്നുണ്ട് കുഞ്ഞ നീ ഇവിടെ ഉണ്ടായിരുന്നോ നിൻ്റെ ഫോമിലേക്ക് നന്നായിട്ട് ഭംഗിയായിട്ട് നടന്നല്ലോ അല്ലേ എന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞത് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയാണ്. എന്നാൽ ഞാൻ പോയിട്ട് വരാം മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ശ്രുതി ആ സാരിയായിട്ട് പോകുക കേട്ടോ. തൊട്ടു പിന്നാലെ അശ്വിനും പോകുന്നുണ്ട്. ശ്രുതി ആ സാരി തൻ്റെ മേത്ത് ഇങ്ങനെ വെച്ച് നോക്കുവാണ്. എന്നിട്ട് അശ്വിൻ്റെ അടുത്ത് ഇങ്ങനെ പതുക്കെ നന്നായിട്ടുണ്ടോ എന്ന രീതിയിൽ ഇങ്ങനെ ചോദിക്കുമ്പോൾ അശ്വിൻ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ തലയാട്ടുകയാണ്. ശ്രുതി ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അശ്വിന് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശേഷം അശ്വിൻ അകത്തേക്ക് കയറുക കേട്ടോ. അവിടെ മണിയറ ഒരുക്കിയിട്ടുണ്ട് ആകാശിനും പ്രീതിക്ക് വേണ്ടിയിട്ട്. അവിടെ ആകാശ് വെറ്റ്സ് പ്രീതി എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് അശ്വിൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ആകാശ് വരുന്നുണ്ട്. ചേട്ടാ എൻ്റെ ഡ്രസ്സ് ചേട്ടൻ്റെ കയ്യിൽ തന്നെന്നാണ് പറഞ്ഞത്. ഓ യെസ് ഞാനിത് മറന്നുപോയി ഞാൻ ഇപ്പോൾ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ നമ്മുടെ ആകാശിനുള്ള മുണ്ടും ഷർട്ടൊക്കെ എടുത്തു കൊടുക്കുക കേട്ടോ. ആ സമയത്ത് ആകാശ് പറയുന്നുണ്ട് ചേട്ടാ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ചേട്ടനോടും ശ്രുതിയുടെ അടുത്തൊക്കെ നിങ്ങൾ തമ്മിൽ അന്ന് ആലോചിച്ച് ആ ഒരു ഡ്രാമ നടത്തിയില്ലെങ്കിൽ എനിക്ക് എൻ്റെ പ്രീതിനെ കിട്ടില്ലായിരുന്നു. സത്യം പറയാലോ പ്രീതിനെ എപ്പോഴാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല ചേട്ടാ. അയാൾ ആദ്യമായിട്ട് കണ്ടപ്പോഴേ എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു ഇത് തന്നെയാണ് എൻ്റെ പെണ്ണെന്ന്. പ്രീതിനെ കാണുമ്പോൾ എനിക്ക് എപ്പോഴും ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ്. പ്രണയത്തിൽ വീണ ഇങ്ങനെയൊക്കെയാണ് ചേട്ടാ എന്ന് പറയുമ്പോൾ അശ്വിൻ കേൾക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്ന വാക്കുകളാട്ടോ ആകാശ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആകാശ് പറയുന്ന ഓരോ വാക്കിലും അശ്വിൻ ശ്രുതിനെക്കുറിച്ചുള്ള ഓരോ നിമിഷങ്ങളാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആകാശ് ഇങ്ങനെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ശ്രുതിയുടെ കാര്യങ്ങളാണ് കേട്ടോ ആ മനസ്സിൽ അശ്വിൻ കാണുന്നത്. അതിനുശേഷം ആകാശ് പോകാൻ പോകുമ്പോൾ അശ്വിൻ ചോദിക്കണ്ടല്ല ആകാശേ പിന്നെ എന്തൊക്കെയാണ് തോന്നുക നമ്മൾ പ്രണയത്തിലാണെങ്കിൽ പിന്നെ എന്തൊക്കെയാണ് മനസ്സിലാവുക എന്നൊക്കെ ചോദിക്കുമ്പോൾ ആകാശ് പിന്നെ വിസ്തരിച്ച് കൊടുക്കുകയാണ്. അത് പ്രണയിക്കുമ്പോൾ അവരെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്ന് തോന്നും. അവരുടെ അടുത്ത് നമുക്ക് പ്രത്യേക ഒരു വികാരമായിരിക്കും ചേട്ടാ. സങ്കടവും സന്തോഷവും പ്രണയവും എല്ലാം ഉള്ള ഒരു വികാരം നമുക്ക് എല്ലാവർക്കും ഓരോ വികാരമായിക്കൊണ്ട് ദേഷ്യം സ്നേഹം അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ പ്രണയിക്കുന്നവർക്ക് നമുക്ക് എല്ലാ വികാരവും ഒരുമിച്ച് തോന്നും. അതാണ് പ്രണയം എന്ന് പറയുമ്പോൾ അശ്വിൻ ശ്രുതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. ശ്രുതി കരയുന്ന സമയത്ത് അശ്വിൻ്റെ മനസ്സ് നൊന്തതും ശ്രുതിയുടെ കൂടെയുള്ള നിമിഷങ്ങളും ദേഷ്യവും അതുപോലെ തന്നെ ഇഷ്ടവും ഒക്കെ കൂടിയ നിമിഷങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അശ്വിൻ. അതിനുശേഷം
എന്താണ് ആകാശ് പറയുന്നുണ്ട് അവർ നമ്മുടെ കൂടെ എന്നും വേണമെന്ന് ആലോചിക്കും. അവരില്ലെങ്കിൽ നമ്മുടെ ജീവിതം പൂർണ്ണമല്ലെന്ന് ആലോചിക്കും. അവരെ കാണാൻ വേണ്ടി എപ്പോഴും നമ്മൾ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇതൊക്കെയാ ചേട്ടാ പ്രണയം. അല്ല, ചേട്ടൻ എന്താ ഇപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഒന്നുമില്ല. പ്രണയത്തെക്കുറിച്ച് നീ പറയണ കേട്ടപ്പോൾ നിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കണ്ടപ്പോൾ ഒന്ന് ഒന്ന് അറിയണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. ഓ, അതാണോ? ശരി ചേട്ടാ, എന്നാൽ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആകാശം അവിടെ നിന്ന് പോകുകയാണ്. അശ്വിനാണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. തൻ്റെ ആലോചനയിൽ ഫുള്ളും ശ്രുതി മാത്രമുള്ളൂ കേട്ടോ. ആകാശ് അങ്ങനെയും കൂടി പറഞ്ഞപ്പോൾ അശ്വിൻ അങ്ങനെ മനസ്സിൽ ഉറപ്പിക്കുകയാണ്, അതെ, എനിക്ക് ശ്രുതിയെടുത്ത് പ്രണയം തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.